അതിനിർണായകമായ ഒരു ദിവസമാണ് ഇന്ന്. ഇവിടെ തരൂർ എന്ന വിശ്വപൗരന്റെ എല്ലാ റോളുകളും അവസാനിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കോട്ടയത്ത് പോയി CSI സഭാ അധ്യക്ഷന്മാരുമായി സമ്മേളനത്തിൽ എത്തുകയും ചെയ്തതുകൊണ്ടൊക്കെ തന്നെ തരൂർ നടത്തുന്ന രാഷ്ട്രീയ നീക്കങ്ങളിൽ ജോസ് കെ മാണി കൂടി പങ്കെടുക്കുകയും ചെയ്യുമ്പോൾ എന്താണ് അടുത്ത രാഷ്ട്രീയ കളികൾ എന്ന് കേരളക്കര മാത്രമല്ല രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്നതിനിടയിലാണ് ഇന്ന് പാർലമെന്റിൽ മോദിക്ക് മുന്നിൽ ഒരക്ഷരം മിണ്ടാനാവാതെ തരൂരിന് ഇരിക്കേണ്ടി വരുന്നത്. തരൂർ വാ തുറക്കാൻ പാടില്ല എന്ന സമ്പൂർണ്ണ വിലക്കിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. നീണ്ട 16 മണിക്കൂർ ഇന്ന് രാഹുൽ മോദിക്ക് മുന്നിൽ ഒന്നാമനായി മാറുമ്പോൾ മോദി സ്തുതിപാലകനായ തരൂരിന് വാ അടച്ചു പിടിക്കാൻ മാത്രമേ സാധിക്കൂ. ആ ഇരുന്ന കസേരയിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും പറ്റില്ല. അതേസമയം വിദേശത്തൊക്കെ പോയി ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വാതോരാതെ സംസാരിച്ച തരൂരിന് സംസാരിക്കാൻ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു നീക്കം ഉണ്ടാകുമോ എന്നത് നോക്കിക്കാണേണ്ട കാര്യമാണ്. അല്ലാതെ കോൺഗ്രസിന്റെ MP എന്ന നിലയിൽ ആയിരുന്ന കസേരയിൽ നിന്നൊന്ന് എഴുന്നേൽക്കാൻ പോലും ആകാത്ത തരത്തിലാണ് തരൂരിനെ കോൺഗ്രസ് വട്ടം പിടിച്ചിരിക്കുന്നത്. അതേസമയം ഇന്നത്തെ പാർലമെന്റിൽ ചോദ്യോത്തര വേളയ്ക്ക് ശേഷം നീണ്ട മണിക്കൂർ മോദി എന്ന പ്രധാനമന്ത്രിയും രാഹുൽ എന്ന പ്രതിപക്ഷ നേതാവും നേർക്കുനേർ വരുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുക. എന്നാൽ ഇവിടെ രാഹുൽ ഗാന്ധിക്കുള്ള ആയുധം നൽകുന്നത് അമേരിക്കൻ പ്രസിഡന്റായ ട്രംപ് കൂടിയാണ്. ബ്രിട്ടനിൽ പോയി വലിയ വ്യാപാര കരാറുകളൊക്കെ ഒപ്പിട്ട് ആ നേട്ടവും എണ്ണിപ്പറയാൻ വേണ്ടി സഭയിലേക്ക് എത്തുന്ന മോദിയെ ഉറ്റ സുഹൃത്തായ ട്രംപ് തന്നെ ഇല്ലാതാക്കുകയാണ്, വെട്ടുകയാണ്. സഭ സമ്മേളിക്കാനാവുന്ന സമയം നോക്കി കഴിഞ്ഞ ദിവസം കൂടി ട്രംപ് പറഞ്ഞത് ഇന്ത്യ പാക് സംഘർഷം യുദ്ധത്തിലേക്ക് എത്തിക്കാതെ അവസാനിപ്പിച്ചതിന് പിന്നിൽ താനാണ് എന്നാണ്. ഈ ചോദ്യത്തിന് ഇന്ന് വരെ മോദി ഉത്തരം നൽകാതിരിക്കുമ്പോഴാണ് വെടിവെച്ചിട്ട 5 യുദ്ധവിമാനങ്ങളെ കുറിച്ച് വീണ്ടും ട്രംപ് തുറന്നടിക്കുന്നത്. ഇങ്ങനെ ആകെ മൊത്തത്തിൽ മോദിക്കും രാഹുലിനും അതിനിർണായകമായ ഒരു ദിവസം കൂടിയാണ് ഇന്ന്. പാർലമെന്റിൽ ഇന്ന് നടക്കുന്ന ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള ചർച്ചയിൽ കോൺഗ്രസിൽ നിന്ന് ആദ്യം സംസാരിക്കുക പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധി തന്നെയാണ്. ശശി തരൂർ MPയോട് പാർലമെന്റിലെ ചർച്ചയിൽ സംസാരിക്കാൻ കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുമില്ല. അതിനാൽ തരൂർ സംസാരിച്ചേക്കില്ല. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ നടത്തുന്ന ഓപ്പറേഷൻ സിന്ദൂർ നീക്കത്തെക്കുറിച്ച് ചർച്ച വേണമെന്നും അമേരിക്കയുടെ മധ്യസ്ഥത ഉണ്ടായിരുന്നോ എന്നതിൽ പ്രധാനമന്ത്രിയുടെ മറുപടി വേണമെന്നും ആവശ്യപ്പെട്ട് പ്രതിപക്ഷത്തിന്റെ ശക്തമായ ആവശ്യത്തിന് ഒടുവിലാണ് കേന്ദ്ര സർക്കാർ ഓപ്പറേഷൻ സിന്ദൂർ വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറായത്. ലോക്സഭയിലും രാജ്യസഭയിലുമായിട്ട് 16 മണിക്കൂർ സമയമാണ് ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചയ്ക്കായി അനുവദിച്ചിരിക്കുന്നത്. ബാക്കി നോക്കിക്കാണാം.